സത്യജീവമാർഗമാണു ദൈവം മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം നിത്യജീവനേകിടുന്നു ദൈവം നാഥനായി വാഴുമേക ദൈവം സത്യജീവമാർഗമാണു ദൈവം ചെങ്കടലിൽ നീ എന്നു പാത തെളിച്ചു മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു എരിവെയിലിൽ മേഘത്തണലായി ഇരുളിൽ സ്നേഹനാളമായി സീനായ് മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി ചെങ്കടലിൽ നീ എന്നു പാത തെളിച്ചു മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു എരിവെയിലിൽ മേഘത്തണലായി ഇരുളിൽ സ്നേഹനാളമായി സീനായ് മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം സത്യജീവമാർഗമാണു ദൈവം മനുജനായി ഭൂവിൽ അവതരിച്ചു മഹിയിൽ ജീവൻ ബലി കഴിച്ചു തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി വഴിയും സത്യവുമായവനെ തിരുനാമം വാഴ്ത്തുന്നു മനുജനായി ഭൂവിൽ അവതരിച്ചു മഹിയിൽ ജീവൻ ബലി കഴിച്ചു തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി വഴിയും സത്യവുമായവനെ തിരുനാമം വാഴ്ത്തുന്നു
മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം നിത്യജീവനിടുന്നു ദൈവം ക്രിസ്ത്യനെയും വേണ്ട നമ്മുടെ കലണ്ടറിലുള്ള സെന്റ് പോസ്റ്റിന് നോക്കിയതാണ്ടല്ലേ. ശിഷ്യന് വേണ്ടി നിങ്ങൾ രണ്ടുപേരും കൂടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം കേട്ടോ. നീ എന്താ ആഗ്രഹിക്കുന്നു? മിശിഹായുടെ സഭയിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ പിതാവിൻ്റെയും തൻ്റെയും മിശിഹാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതത്തിന് സ്തുതിയും ഭൂമിയിൽ മനുഷ്യരുടെ സമാധാനം പ്രത്യാശപ്പെടുന്നേക്കും. പിതാവേയും കർത്താവേ, അങ്ങയുടെ മൗരീശ്വരിലെ അംഗമാകാൻ ആഗ്രഹിക്കുന്ന ആശ്രയിക്കണമേ. ജീവന്റെ പന്തേടിയുടെ ആസ്മിയാൽ വിജയന്റെ ഉള്ളതിലേക്ക് അനയിക്കണമേ. തിരുസ്തുയുടെ വാദത്തിൽ മുട്ടുകളിൽ ആസ്മി കാരണത്തോട് വേഷിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നയിക്കും. പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നു. രക്ഷകനായ മിശിഹായതിന്റെ ദൈവമായി നീ സ്വീകരിക്കുന്നു. സഹോദര ദൈവം ക്ഷമിക്കുമെന്ന് കരുതി വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നത് ശരിയാണ്. ഒരിക്കലുമല്ല പാപം പരിപൂർണമായി പരിത്യജിക്കാൻ നാം വീണ്ടും ഭാവിയിലായിത്തീരുക. നാം എല്ലാവരും മിശിഹായിലും മാമോദീസ മുങ്ങിയത് അവിടുത്തെ മരണത്തിൽ പങ്കാളിയാകാൻ വേണ്ടി നിങ്ങൾ കഴിഞ്ഞുകൂടുക. മാമോദീസ വഴി നാം അവിടുത്തോടെ മരിച്ച് സംസ്കരിക്കപ്പെടുന്നു. മിശിഹ മനഃശേഷം പിതാവിന്റെ മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റവും. നമുക്ക് കർത്താവിൽ വിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. അങ്ങേക്കും സമാധാനം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതിയും. പരീക്ഷന്മാരുടെ കൂട്ടത്തിൽ നിക്കോദേമസിന്റെ ദൈവപ്രമാണി ഉണ്ടായിരുന്നു. അയാളൊരു രാത്രി ഈശോയുടെ കൽപ്പന പ്രകാരം പറഞ്ഞു, ഗുരു അങ്ങ് ദൈവത്താൽ അയക്കപ്പെട്ട ഒരു ഉപദേഷ്ടാവാണ് നിങ്ങൾ മനസ്സിലാക്കുന്നു. എന്തെന്നാൽ ദൈവം തന്നെ കൂടെ ഇല്ലായെങ്കിൽ ഇങ്ങനെയുള്ള അത്ഭുത പ്രവർത്തനം ചെയ്യാൻ ആർക്കും സാധ്യമല്ല. ഈശോ അയാളുടെ പറഞ്ഞു, രണ്ടാമത് എനിക്കാതെ ആർക്കും ദൈവരാജ്യം കാണുവാൻ സാധിക്കില്ല എന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. അപ്പോൾ നിക്കോദേമസ് പ്രകാരം ചോദിച്ചു, വൃദ്ധനായ ഒരു മനുഷ്യന് അതെങ്ങനെ സാധിക്കും? മാതാവിൻ്റെ ഉദരത്തിൽ പ്രവേശിച്ചിട്ടുണ്ടാവും ജനിക്കുവാൻ അയാൾ കഴിയുമോ? ഈശോ അരുളി ചെയ്തു, ജലത്താലും പരിശുദ്ധാത്മാവിനാലും വേണ്ടി ജനിക്കാത്തവന് ദൈവരാജ്യം പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. നമ്മുടെ സർവശക്തനായ പിതാവായ സൃഷ്ടാവായ ദൈവത്തിൽ നീ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനുടെ കർത്താവായ ഈശോ മിശിഹായിൽ നീ വിശ്വസിക്കുന്നു. ഈ പുത്രം പരിശുദ്ധാത്മാവാൽ ഗർഭസ്നായ കന്യകാമരുന്ന പിറന്ന പന്തിയോസിന്റെ കാലത്ത് സഹിച്ച് കുരിശിൽ ഇവിടെ മരിച്ചവരുടെ ഇവിടെ പാതാളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ മൂന്നാം ദൈവത്തിലേക്ക് എന്നല്ലേ സർവശക്തി പിതാവായ ദൈവത്തിന്റെ വലത്തെ ഭാഗത്തിരിക്കുന്നത് നീ വിശ്വസിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും എത്തിക്കുവാൻ വരുമെന്ന് നീ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും നീ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മയുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നീ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ വേർബന്ധിത്യമായ ജീവിതത്തിലും നീ വിശ്വസിക്കുന്നു. മത്സരത്തിലും സ്വീകരിച്ചപ്പോൾ അവിടുത്തെ മേലാവസ്ഥ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വിസ്തീരിക്കുന്നതാകട്ടെ. മനുഷ്യ സ്വഭാവത്തെ നവീകരിക്കുന്ന ആത്മാവിനെ പ്രദാനം ചെയ്യുന്നു. ഇപ്പോഴും എപ്പോഴും നയിക്കും. പാപത്തിന്റെ മോചനം ശ്രദ്ധയുമായി
യോർദാൻ നദിയിൽ വീതിയിൽ അത്ഭുതമായൊരു നാമം അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സേ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്ലാട്ടിൽ പ്രതിരോധത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും മഹത്വത്തോടെ നിൽക്കുകയും ചെയ്ത കർത്താവേ, പാപത്തിന് മരിച്ച വിജയം പ്രാപിച്ചിരിക്കുന്ന ഈ ശിഷ്യനെ വിശുദ്ധ മാർഗത്തിലൂടെ നയിച്ചുകൊള്ളും നമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആലയമായി തീർന്നിരിക്കുന്ന ഈ ശിശുവിനെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണം നമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജനത്തിന്റെ ഗണത്തിൽ അംഗമായി തീർന്ന രാജ്യപൗരകത്വം സ്വീകരിച്ചിരിക്കുന്ന ഈ ശിശുവിനെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നയിച്ചുകൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാമോദീസ ലഭിച്ച പരിശുദ്ധ അപംഗം പാലിച്ചോട്ട് പോകുവാൻ ഈ ശിശുവിനെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെയും മനുഷ്യരുടെ മുമ്പിൽ വിശുദ്ധിയിലും വിവേകത്തിലും വളർന്നു വരുവാൻ ഈ ശിശുവിനെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മകളുടെ പദവിയിലെ ഉയർത്തരീവം ജീവിതത്തിലില്ലാതെ സ്വന്തം സഹായിക്കുമാറാകട്ടെ. കണ്ണുകളില്ലാത്തതും കാതുകളില്ലാത്തതും ഹൃദയമാസമില്ലാത്തതുമായ സ്വർഗഭാഗത്തിന് അവകാശിയായി തീരുന്നതുവരെ
സംഗമമായി യാമിനി വേളാവതിയായി തെന്നൽ തഴുകുമ്പോൾ തളരും താമരമലരായി നീ തുടുതുടെ തുടുപ്പും പൂങ്കവിൽ മദനന്റെ മലക്കുടമായി അച്ഛന്മാരെന്ന് വിളിക്കും അങ്കിള് അങ്കിള് എന്താ അവൻ നോക്കുന്ന നടക്കണ്ടോ ദൈവമേ ഇതെന്നതാടാ അച്ഛൻ ചോദിക്കുന്നുണ്ട് ജാക്കിയോടെ ഫോട്ടോ എടുക്കാൻ പറ്റുമെന്നൊക്കെ. ജാക്കി എന്ത് ചെയ്യും ഫോട്ടോ എടുക്കാൻ